2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആര്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. ദൗത്യത്തിൻ്റെ പേര് ആക്സിയം 4 എന്നാണ് ദൗത്യത്തിൻ്റെ പേര്. യാത്ര തിരിക്കുന്ന പേടകമാണ് സ്പേസ് എക്സ് ഡ്രാഗൺ. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇൻ്റർനെറ്റ് പ്രോജക്റ്റാണ് കുയിപ്പർ. കുയിപ്പർ എന്താണ്? 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇൻ്റർനെറ്റ് പ്രോജക്റ്റാണ് കുയിപ്പർ. അടുത്തിടെ പാകിസ്ഥാൻ്റെ 16ഓളം യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകയാണ് പായൽ കപാഡിയ. പായൽ കപാഡിയയാണ് 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. രാജ്യത്ത് ഉടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പഠന സാമഗ്രികളും പുസ്തകങ്ങളും വിലക്കുറവിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഗ്യാൻ പോസ്റ്റ്. ഗ്യാൻ പോസ്റ്റ് എന്നാൽ എന്താണ്? രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പഠന സാമഗ്രികളും പുസ്തകങ്ങളും വിലക്കുറവിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഗ്യാൻ പോസ്റ്റ്. കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറികളുടെയും ഒന്നാം സമ്മാനം 1 കോടി രൂപയാക്കി. കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറികളുടെയും ഒന്നാം സമ്മാനം എത്ര രൂപയാണ് ആക്കിയത്? 1 കോടി രൂപ. IPL 150 മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസാണ് IPL 150 മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീം, മുംബൈ ഇന്ത്യൻസ്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയ ആപ്പാണ് ചലോ. ചലോ ആപ്പ് എന്താണ്? KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയതാണ് ചലോ ആപ്പ്. 2025 ഏപ്രിൽ മരണപ്പെട്ട മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ് സണ്ണി തോമസ്. സണ്ണി തോമസ് ആരാണ്? 2025 ഏപ്രിൽ മരണപ്പെട്ട മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ് ഇദ്ദേഹം. വിഴിഞ്ഞം തുറമുഖ സമർപ്പണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നത് മെയ് 2-നാണ്. ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രാപ്യമാകുന്നത് എന്നത് വ്യക്തിയുടെ മൗലികാവകാശമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഡിജിറ്റൽ പരിവർത്തനം നടക്കുമ്പോഴാണ് യഥാർത്ഥ തുല്യത സഫലമാകുന്നത് എന്നും പ്രസ്താവിച്ച കോടതിയാണ് സുപ്രീം കോടതി. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായതാരാണ്? M. മുകുന്ദൻ. M. മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത്. വത്തിക്കാൻ പോസ്റ്റ് പുറത്തിറക്കിയ മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ പാപ്പ തിരഞ്ഞെടുക്കുന്നതും വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക സ്റ്റാമ്പുകളാണ് സെഡെ വക്കാൻ്റെ. സെഡെ വക്കാൻ്റെ എന്താണ്? വത്തിക്കാൻ പോസ്റ്റ് പുറത്തിറക്കിയ മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെടും വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക തരം സ്റ്റാമ്പുകളാണ് സെഡെ വക്കാൻ്റെ. സെഡെ വക്കാൻ്റെ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് നേടിയത് വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് നേടിയത് വൈഭവ് സൂര്യവംശിയാണ്. കനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി. മാർക്ക് കാർണിയാണ് കനഡയുടെ പ്രധാനമന്ത്രി. അധികാരത്തിലേറിയ പാർട്ടി ഏതാണ്? ലിബറൽ പാർട്ടി. കനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി, പാർട്ടി ലിബറൽ പാർട്ടി. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിൽ വെച്ചാണ്. 2026 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ജപ്പാനിൽ വെച്ചാണ്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ജയതിലക്. ജയതിലകാണ് കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്. 49ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദ മുരളീധരൻ. 50ാമത് ചീഫ് സെക്രട്ടറി ജയതിലക്. ഈയിടെ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ ക്രിമിനൽ ലോയറാണ് അഡ്വക്കേറ്റ് BA ആളൂർ. BA ആളൂർ ഈയിടെ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ ക്രിമിനൽ ലോയറാണ് ഇദ്ദേഹം. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ശുഭാംശു ശുക്ല. ദത്തത്തിൻ്റെ പേരാണ് ആക്സിയം 4. യാത്ര തിരിക്കുന്ന പേടകമാണ് സ്പേസ് എക്സ് ഡ്രാഗൺ.
2025 ഏപ്രിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇൻ്റർനെറ്റ് പ്രൊജക്റ്റാണ് കുയിപ്പർ. അടുത്തിടെ പാകിസ്ഥാൻ്റെ 16ഓളം യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയാണ് പായൽ കപാഡിയ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. രാജ്യത്ത് ഉടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പഠന സാമഗ്രികളും പുസ്തകങ്ങളും വിലക്കുറവിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഗ്യാൻ പോസ്റ്റ്. കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറികളുടെയും ഒന്നാം സമ്മാനം 1 കോടി രൂപയാക്കി. IPL-ൽ 150 മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയ ആപ്പാണ് ചലോ ആപ്പ്. 2025 ഏപ്രിൽ മരണപ്പെട്ട മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ് സണ്ണി തോമസ്. വിഴിഞ്ഞം തുറമുഖ സമർപ്പണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് മെയ് 2. ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രാപ്യമാക്കുന്നത് എന്നത് വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഡിജിറ്റൽ പരിവർത്തനം നടക്കുമ്പോഴാണ് യഥാർത്ഥ തുല്യത സഫലമാകുന്നതെന്നും പ്രസ്താവിച്ച കോടതിയാണ് സുപ്രീം കോടതി. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം M. മുകുന്ദന്. വത്തിക്കാൻ പോസ്റ്റ് പുറത്തിറക്കിയ മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ പാപ്പ തിരഞ്ഞെടുപ്പ് വരെയുള്ള ഉപയോഗിക്കാവുന്ന സ്റ്റാമ്പുകളാണ് സെഡെ വക്കാൻ്റെ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് നേടിയത് വൈഭവ് സൂര്യവംശി. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിൽ വെച്ച്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ജയതിലക്. ഈയിടെ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ ക്രിമിനൽ ലോയറാണ് അഡ്വക്കേറ്റ് BA